ഖുർആൻ നോക്കിയാണ് ഓതുന്നത്. പല തവണ സാധു തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, അങ്ങനെ ഖുർആനിലുണ്ടോ? തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ എന്നല്ലേ ഖുർആനിലുള്ളത്. കാണാതെ ഓതുകയാണെങ്കിൽ അത് അങ്ങനെ തെറ്റിപ്പോയതാണെന്ന് പറയാ. ഇതെങ്ങനെ തെറ്റിയതാ? നോക്കിയിട്ട് ഓതുക എന്ന് മാത്രമല്ല, മുസാഫ് പിടിച്ചിട്ട് ഈ നിലക്കാ ഓതുന്നത്, എന്നിട്ടാ ഈ തെറ്റ്. എന്നിട്ട് അങ്ങനെയുള്ള ആളുകളാണ് ഈ സമൂഹത്തോട് പറയുന്നത്, നിങ്ങൾ ഖുർആനിൽ ഒരായത്ത് വെട്ടുമാറ്റി പുതിയ ഒരായത്ത് കയറ്റിയല്ലേ. ഇത് പറയാൻ എന്താ അർഹത നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആദ്യം ഖുർആൻ ഓതിപ്പഠിക്കണം. സുലൈമാൻ സഖാഫിയുടെ പ്രസംഗത്തിലോ അദ്ദേഹത്തിന്റെ പ്രഭാഷണ സീഡികളിൽ എവിടെയെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു തെറ്റ് കാണിക്കാൻ സാധ്യമല്ല. മറിച്ച് എഴുത്തിൽ വന്ന പിശക് പിടിച്ചിട്ട് ഈ സമൂഹത്തെ വഞ്ചിച്ച് ഇവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എത്ര നാവാണ് എന്റെ മുജാഹിദുകളെ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ആത്മാർത്ഥമായി മനസ്സിലാക്കിക്കോ, നിഷ്പക്ഷമായി ചിന്തിച്ചോ. ഇവിടെ ഒരു വൈരാഗ്യമില്ല, നിങ്ങളോടൊരു ദേഷ്യമില്ല എനിക്ക്. പക്ഷെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കിയാൽ വിജയിക്കും. അൽഹംദുലില്ലാഹ്. അവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങൾ നോക്ക്, ഇതൊക്കെ പറഞ്ഞിട്ട് ലോക മുസ്ലിമീങ്ങളെ എല്ലാ വിധത്തിലും മുശ്രിക്കാക്കി. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ന്യൂനപക്ഷമായിട്ട് നിങ്ങൾ മുഖ്യധാരാ മുസ്ലിങ്ങളും മൊത്തവും മുശ്രിക്കുകളായില്ലേ. ഈ വിഷയം ഞങ്ങൾ ആലുവ സംവാദത്തിൽ പറഞ്ഞപ്പോ നമ്മൾ ഹനീഫ ആയക്കൂടി ഉണ്ടല്ലോ, ആ സാധു അങ്ങനെ ഒരു വിവരം തന്നെ അറിയാത്തതുപോലെ, അങ്ങനെ കുടുങ്ങിയെടുത്ത് പിന്നെ അവരറിയാത്തതുപോലെയായിരിക്കും അവരഭിനയം. മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി നാട് നീളെ പ്രസംഗിച്ച് ലോക മുസ്ലിമീങ്ങളുടെ ഐക്യവും കൂട്ടായ്മയും തച്ച് തകർത്ത നിങ്ങള് മുന്നിലെത്തിയപ്പോ തുറന്നു പറയാൻ ഒരു മടിയല്ലേ, എന്നിട്ട് ഒരു അഭിനയം. നിങ്ങൾ കേൾക്കത് പിന്നെയോ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ഒരു ഹദീസ് വായിച്ചു, എന്നിട്ട് അതിന് വിശദീകരണവും പറഞ്ഞു. ആദ്യം പറയാത്ത ഒരു വിശദീകരണം പിന്നീട് കൂട്ടിച്ചേർത്തുവല്ലോ. വ്യാപകമായി ഈ സമുദായത്തിൽ വ്യാപകമായ ശിർക്ക് സംഭവിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണോ? ഒരു പ്രദേശത്തെ പരിഗണിച്ചുകൊണ്ടാണോ വ്യാപകം എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുഴുവൻ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളഞ്ഞു എന്ന് പറയുന്നത്? അതേപോലെ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഈ അഭിനയത്തിനൊക്കെ നല്ലൊരു അവാർഡ് കൊടുക്കണ്ടേ? ലോകമൊട്ടാകെ ഇവര് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി നടന്നിട്ട് ഇപ്പൊ മുന്നിലെത്തിയപ്പോ ചോദിക്ക, എവിടെ മുജാഹിദുകള് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയത്? എന്നിട്ട് വിഷയാവതരണത്തിൽ ഓതി വെച്ച ഒരു ഹദീസ് ആ സാധുവിന് അത് അറിയില്ല, എന്താന്നും അറിയില്ല, എങ്ങനെ വിശദീകരിക്കേണ്ടതെന്നും അറിയില്ല. അപ്പൊ പറയാണ്, ആദ്യം പറയാത്തൊരു വിശദീകരണം പിന്നെ കൂട്ടിച്ചേർത്തില്ലേ. അതതിന്റെ അർത്ഥാണ്. അതും അറിയില്ല. എന്നാൽ അതൊന്ന് വായിച്ച അർത്ഥം വെച്ചു കൊടുക്കണ്ടേ? അതിനങ്ങനെ ഒരു ഹദീസ് കാണണ്ടേ? കണ്ട ഇവരെ തൗഹീദ് ശരിയാകൂല, അത് ഓൽക്കും അറിയാ, പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർക്കും അറിയാ. അവർക്കും അത്രേ ഉള്ളൂ, അവർക്ക് അത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ മറ്റുള്ളവര്. പക്ഷേ മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറെയൊക്കെ കുഴപ്പത്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അതുമില്ല. എന്നാൽ ഈ അഭിനയത്തിന് നല്ല ഒരു അവാർഡ് കൊടുക്കണം. ഏതായിരുന്നാലും ഒന്ന് നന്നായി കാണുക. ഞങ്ങളെ പ്രവർത്തകർ നന്നായി കണ്ടവരാണ്. ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ആ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ് നിങ്ങൾ എന്നതിൽ പൂർണ്ണ വിശ്വാസമുള്ളവരുമാണ് ഞങ്ങൾ. പക്ഷേ ഈ ഒരു അഭിനയം ആലുവ സംവാദവുമായി ബന്ധപ്പെട്ട് സക്കരിയ സ്വലാഹി അതിന്റെ വിജയം കൊട്ടിഘോഷിച്ചല്ലോ ഇവിടെ. അതുകൊണ്ട് എന്റെ പ്രസംഗം വീക്ഷിക്കുന്ന മുജാഹിദിന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ മൗലവിയുടെ ഈ അഭിനയം അതെന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഒരു ഭാഗം നിങ്ങളൊന്ന് കാണുക. മുഖ്യധാരാ മുസ്ലിങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കിയിട്ടുണ്ടോ ഇല്ലേ ഒന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് എന്തിനാ അയാൾ അഭിനയിച്ചത് അതും സമൂഹം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല? അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ
ദുൽഹജ്ജ് 9-ന് 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. കണ്ടില്ലേ? അപ്പോ മുവഹിദുകളാണെങ്കിൽ 5 ലക്ഷം പേര് മാത്രം, അതും വർഷാവർഷം. പെരുമ്പൊട്ടത്തരാണത്. വർഷാവർഷം ഇങ്ങനെ തേങ്ങ എണ്ണണ മാതിരി അങ്ങോട്ട് കയറ്റി വിടല്ലേ. ഒന്ന് ഏറിയാൽ പിന്നെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞേക്കും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, 7 കുടുംബം മുജാഹിദായല്ലോ, ഈ 5 ലക്ഷത്തിനേക്കാൾ കുറച്ച് കൂടിയല്ലോ. ഓല ഹജ്ജിന്റെ സ്ഥിതി എന്തായിരിക്കുന്നാവോ, അല്ലേ? അവരെല്ലാരും കൂടെ നിങ്ങളെ കൂടെ എല്ലാ വർഷവും പോരുമ്പോ ഇനിയിപ്പോ 5 ലക്ഷത്തിന്റെ കൂടെയാണല്ലോ പോലുള്ളത്. 5,07,000 കൂട്ടല്ലേ? 7 കുടുംബാണല്ലോ, അല്ലേ? ഏതായിരുന്നാലും 7 കൂട്ട്, 5,07,000. ഈ 7ന്റെ കാര്യം ഇപ്പൊ എന്തായിരിക്കും? കാരണം വർഷാവർഷം 5 ലക്ഷമാണല്ലോ. പടച്ചോൻ പറഞ്ഞാണല്ലോ ഇവരോട്, ആര് എത്ര ആളുകൾ അവിടെ വന്നിട്ടും കാര്യമില്ല, ഞാൻ 5 ലക്ഷം പേരുടെ ഹജ്ജേ സ്വീകരിക്കുള്ളൂ കേട്ടോ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പടച്ചോൻ പറഞ്ഞതല്ലേ ഇവരോട്, 5 ലക്ഷം പേരുടെ ഹജ്ജേ വർഷാവർഷം സ്വീകരിക്കുള്ളൂ. ഇപ്പൊ മുജാഹിദായ 7 കുടുംബമുണ്ടല്ലോ, അതിൽ ഓരോരുത്തരെങ്കിലും വന്നു കൂട്ടിക്കോളി. വേണ്ടാന്ന് ഒരാൾ വന്നു കൂട്ട്, 5,01,000. ഈ 1ന്റെ സ്ഥിതി എന്തായിരിക്കും? പടച്ചോനും കൊടുക്കും, മുജാഹിദും കൊടുക്കും. കാരണം മുജാഹിദിന്റെ ബേജാറ് പടച്ചോനെ ഈ 1 പാരായിരിക്കും എന്നുള്ള ബേജാറിലായിരിക്കും. പഠിത്ത് മുജാഹിദായ ഇവരേതായാലും കൂട്ടാൻ പറ്റൂലല്ലോ, കാരണം ഒരു മുജാഹിദ് ആയിട്ടല്ലേ ഉള്ളൂ. ഓലേതായാലും ഒഴിവാക്കണത് ശരിയല്ലല്ലോ. പിന്നെ ഇത് തികക്കാൻ വേണ്ടിയിട്ടും ആരെ പുറത്താക്കണം എന്നുള്ള വിഷയത്തിലും പടച്ചോനും കൊടുക്കുകയാണ്, മുജാഹിദും കൊടുക്കുകയാണ്, അല്ലേ? ഏതായിരുന്നാലും ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ഒക്കെ 10-35 ലക്ഷത്തോളം വരുന്ന ആളുകൾ അവിടെ ഹജ്ജിന് വന്നിട്ട് 5 ലക്ഷത്തിന്റെ ഹജ്ജ് മാത്രമേ സ്വീകരിക്കൂ, ബാക്കി 30 ലക്ഷത്തിന്റെ ഹജ്ജും നിരർത്ഥകമാണ്, സ്വഹീഹല്ല എന്ന് നിങ്ങൾ പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്കൊരു അഭിനയമല്ലേ മുന്നിൽ വന്നപ്പോ? നിങ്ങൾക്കറിയാം നിങ്ങളെ തനിനിറം പിടികൂടാനാണ് സംവാദമെന്ന് ശരിക്കും മനസ്സിലാക്കി ഈമാൻ കൊണ്ടിട്ടാ നിങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാ നിങ്ങൾ ഈ അഭിനയം സലഫി നാദാപുരത്ത് ഇടക്കിടക്ക് ഇങ്ങനെ അഭിനയിക്കാറുണ്ടല്ലോ. ഈ അഭിനയമൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചതും നിങ്ങളെ പഠിപ്പിച്ചതുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെ പറയുന്ന ചില വിടുവായിത്തങ്ങൾ ഞങ്ങളെ മുമ്പിൽ വില പോകില്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ദൈവമേ രക്ഷിക്കണേ എന്ന് പറയുന്ന ബാലേട്ടനാണ് മുസ്ലിം. ഞങ്ങള് അവിടെ സംവാദത്തിൽ നൗഷാദ് അഹ്സനി പറഞ്ഞപ്പോ ഒരക്ഷരം അപ്പുറത്തുനിന്ന് ഒരാളും പറഞ്ഞില്ല. അതേ സമയത്തോ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാൻ കാത്തിരിക്കുക, അപ്പുറത്തുനിന്ന് അത് ഗണ്ണിച്ചിട്ടെങ്കിലും സമയം അങ്ങ് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ മുജാഹിദ് മൗലവിമാര് ഈ വിഷയം പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടിയില്ല. എന്തേ അർത്ഥോ? എന്താണ് അതിന്റെ കാരണോ? പറഞ്ഞാൽ ഞങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വിവരക്കേട് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുത് എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത്. നിങ്ങൾ കേൾക്കുക ആ ഭാഗം. ഈ നാട്ടിലുള്ള മുജാഹിദിന്റെ പ്രവർത്തകർ ശരിക്കും മനസ്സിലാക്കണം നിങ്ങളുടെ സ്വഭാവം, അതിനുശേഷമുള്ള നിങ്ങളുടെ അഭിനയം, രണ്ടും ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. ബാലേട്ടന് ചൂടാകാൻ വേറെ എവിടെയും പോണോ? ബാലേട്ടൻ കാര്യമായിട്ട് ഇസ്ലാം സ്വീകരിക്കാതെ മൂപ്പര് ഹിന്ദു മതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഏയ് നിങ്ങൾ തന്നെ മുസ്ലിം. ബാലേട്ടൻ ചൂടാവാതിരിക്കോ ബാലാ? ശരി, മൂപ്പരൻ ഏണിയോ? ബാലുശ്ശേരി ആണല്ലോ അല്ലേ? അപ്പൊ മൂപ്പരൻ ഏണോ പടച്ചോനെ? ബലമായ ഡൗട്ട്. ഇപ്പഴാ ഞാനത് ചിന്തിച്ചിട്ടില്ല കേട്ടോ.